നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിമൊക്കെ കാണുമ്പോൾ ഇടയ്ക്കൊക്കെ കേൾക്കുന്ന ഒരു പദമാണ് മെയ്ഡേ എന്നത്. നമ്മളിൽ പലർക്കും അറിയാമായിരിക്കാം എന്താണ് ഈ മെയ്ഡേ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. എന്നാൽ ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു വോയിസ് പ്രൊസീജിയർ ആണ് മെയ്ഡേ എന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഡിസ്ട്രസ് സിഗ്നലായി യൂസ് ചെയ്യുന്ന ഒരു എമർജൻസി പ്രൊസീജിയർ കൂടെയാണ് മെയ്ഡേ. ശരിക്കും പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏവിയേറ്റർമാരും മറൈനേഴ്സും അങ്ങനെയുള്ള ആൾക്കാരാണ്. അതായത് ഷിപ്പിൽ പോകുന്നവരും പൈലറ്റുമാരൊക്കെയാണ് കൂടുതലായിട്ട് ഈ വാക്ക് യൂസ് ചെയ്യുന്നത്. ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു അടിയന്തരാവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഈ മെയ്ഡേ എന്ന പദം ഉപയോഗിക്കുന്നത്. എന്നാൽ ചില രാജ്യങ്ങളിൽ ഈ ഏവിയേറ്റർമാരും മറൈനേഴ്സും ഇവരെ കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ ഓർഗനൈസേഷൻ തുടങ്ങി പോലീസ് ഓർഗനൈസേഷൻ, പിന്നീട് ഫയർഫോഴ്സ് എന്നിവരുമൊക്കെ ഈ മെയ്ഡേ എന്ന പദം ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഈ എമർജൻസി പ്രൊസീജിയർ അനുസരിച്ച് മെയ്ഡേ എന്ന പദം 3 തവണ തുടർച്ചയായി ആരാണോ അത് യൂസ് ചെയ്യുന്നത് അവർ അത് ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ ഈ മെയ്ഡേ എന്ന പദം ഈ ഡിസ്ട്രസ് സിഗ്നൽ ഫോൾസ് ആയി വിളിക്കുകയാണെങ്കിൽ അത് വളരെയധികം ശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റുകൂടെയാണ് പല രാജ്യങ്ങളിലും. ഇനി മെയ്ഡേയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് പോയാൽ, ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ മെയ്ഡേ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് 1920കളുടെ തുടക്കത്തിലാണ്. ഇന്റർവാർ പീരീഡിന്റെ സമയത്ത് UK-യിലെ ഒരേയൊരു ഇന്റർനാഷണൽ എയർപോർട്ടായിരുന്നു ക്രോയിഡോണിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട്. നമ്മളെല്ലാം ആദ്യം വിചാരിക്കും ഹീത്രൂ ആയിരിക്കുമെന്നും, ഒരിക്കലുമല്ല. ക്രോയിഡോൺ ആയിരുന്നു അന്നത്തെ ഒരേയൊരു ഇന്റർനാഷണൽ എയർപോർട്ട്. ആ സമയത്ത് അവിടുത്തെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന സർ ഫ്രെഡറിക് സ്റ്റാൻലി മോക്ക്ഫോർഡിനോട് അന്നത്തെ ഗവൺമെന്റും അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവർക്കും, അതായത് ഗ്രൗണ്ട് സ്റ്റാഫ് മുതൽ പൈലറ്റ് മുതൽ ഗ്രൗണ്ട് സ്റ്റാഫ് വരെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും മനസ്സിലാകാവുന്ന തരത്തിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എമർജൻസി പ്രൊസീജിയറിന് ആവശ്യമായ ഒരു വേർഡ് കണ്ടുപിടിക്കണമെന്ന് ഈ സർ ഫ്രെഡറിക് മോക്ക്ഫോർഡിനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. ആ സമയത്താണെങ്കിൽ ഈ ക്രോയിഡനിൽ നിന്നുള്ള ഭൂരിഭാഗം ഫ്ലൈറ്റ് സർവീസും ഫ്രാൻസിലെ ലേ ബോർഗറ്റ എന്ന് പറയുന്ന ഒരു എയർപോർട്ടിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർ ഫ്രെഡറിക് മോക്ക്ഫോർഡ് ഫ്രഞ്ചിലെ ഒരു വേർഡായ മെയ്ഡസ്, അതായത് കമാൻഡ് ഹെൽപ്പ് മീ അല്ലെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന തരത്തിൽ അർത്ഥം വരുന്ന മെയ്ഡസ് എന്ന വാക്കിൽ നിന്നുമാണ് ഈ മെയ്ഡേ എന്ന പദം കടമെടുത്തത്. അപ്പോൾ ഈ 1920കൾക്ക് മുൻപിൽ നിലനിന്നിരുന്ന എമർജൻസി പ്രൊസീജിയർ അല്ലെങ്കിൽ ഡിസ്ട്രസ് സിഗ്നൽ കോൾ എന്നത് SOS പോലെയുള്ള മോഴ്സ് കോഡ് ഉപയോഗിച്ചുള്ള കോളുകളായിരുന്നു. SOS എന്ന സിഗ്നൽ, ഈ ഡിസ്ട്രസ് സിഗ്നൽ വ്യാപകമായി യൂസ് ചെയ്യാതെ ഇരിക്കുന്നതിനുള്ള കാരണം ഇതൊരു മോഴ്സ് കോഡ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇത് വോയിസ് കമ്മ്യൂണിക്കേഷന് അത്രയ്ക്കങ്ങ് അനുയോജ്യമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. അതിനു കാരണം S എന്ന ആൽഫബറ്റ് ടെലിഫോൺ വഴി വേർതിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ 1927 വാഷിംഗ്ടണിൽ വെച്ച് നടന്ന റേഡിയോ ടെലിഗ്രാഫ് കൺവെൻഷനിൽ വെച്ച് SOS എന്ന മോഴ്സ് കോഡ് സിഗ്നലിന് പുറമെ റേഡിയോ ടെലിഫോൺ ഡിസ്ട്രസ് കോളായി മെയ്ഡേ എന്ന പദം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ വർഷം മെയ്ഡേ കോൾ എന്ന ഡിസ്ട്രസ് കോൾ യൂസ് ചെയ്യുകയുണ്ടായി. നമ്മളെല്ലാവരും പത്രത്തിൽ ന്യൂസ് വഴി എല്ലാം അറിഞ്ഞതാണ്. 2023 എയർ ഇന്ത്യയുടെ എയർബസ് A320 നിയോയുടെ ഒരു എഞ്ചിനിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഡൽഹി മുംബൈ എയർ ഇന്ത്യ വിമാനമാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഈ മെയ്ഡേ കോൾ വിളിക്കുകയും പരിശോധനയ്ക്കായി വളരെ സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്യിക്കുകയും ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് പൈലറ്റ്മാരൊക്കെ ഇത്ര പാനിക്കായിട്ട് മെയ്ഡേ 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 എന്ന സിനിമയിലാണെങ്കിലും ഒക്കെ ഈ കോൾ വിളിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.